ആലപ്പുഴ എടുക്കുകയാണെങ്കിൽ ആലപ്പുഴ ടൂറിസം കലണ്ടറിൽ ഒരേ ഒരു സാധനം ഒന്നാമത് എഴുതാൻ പറ്റും. അത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. തൃശ്ശൂർ എടുക്കുകയാണെങ്കിൽ തൃശ്ശൂർ പൂരം. അപ്പൊ അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള പല സാധനങ്ങളാണ് കേരളത്തിലെ പല ഡിസ്ട്രിക്റ്റുകൾക്കും സ്വന്തമായിട്ടുള്ളത്. വേറെ കൊച്ചിയിലാണ് ഈ ന്യൂജൻ സംഭവങ്ങളെല്ലാം വന്നതാണ്. ഇപ്പൊ ബിനാലെ ഒരു പുതിയ കോൺസെപ്റ്റ് ആണ്. ഇപ്പൊ കൊച്ചി എന്ന് പറയുമ്പോൾ കൊച്ചിയുടെ കൾച്ചറൽ അല്ലെങ്കിൽ കൊച്ചിയുടെ ഫെസ്റ്റിവൽ എന്താണെന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ പറയാ? തൃപ്പൂണിത്തുറ അത്തച്ചമയെന്ന് പണ്ട് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ ബിനാലെ പറയാ. അവിടെയാണ് ഞാൻ പറഞ്ഞ കോസ്മോപൊളിറ്റൻ സ്വഭാവം എന്ന് പറയുന്നത്. ഈ കോസ്മോപൊളിറ്റൻ സ്വഭാവം മറ്റിടത്ത് കിട്ടുന്നില്ല. അതെല്ലായിടത്തും കിട്ടിയില്ല. നമ്മൾ കിട്ടുമെന്ന് വിചാരിച്ചില്ല. അവിടെയാണ് കൊച്ചിയുടെ അഡ്വാൻറ്റേജ്. എന്താണ് കൊച്ചിയുടെ അഡ്വാൻറ്റേജ് ഒക്കെയാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണമെങ്കിൽ പറയാവുന്ന ഒരു സാധനമാണ് കോഴിക്കോട് വേണമെങ്കിൽ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറയാം. അത് പതുക്കെ പച്ചപിടിച്ച് വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അത് ഇതൊരു ഒരുപാട് സമയമെടുക്കും. ആക്സെപ്റ്റൻസിനൊക്കെ ഒരുപാട് സമയമെടുക്കുന്ന കാര്യങ്ങളാണ്. വാട്ട് ഐ എം സെയിങ് ഈസ് പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ ഒന്നും പ്രഭവട്ടും ചോരാത്ത രീതിയിൽ തന്നെ പുതിയ ഫെസ്റ്റിവൽ തലങ്ങൾ കണ്ടെത്താനായിട്ടുള്ള ഒരു മനസ്സുണ്ടാവുക, അതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടാവുക, അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സുണ്ടാവുക, അത് കൊച്ചിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ടൂറിസം രംഗത്ത് എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും തൃപ്തിപ്പെടുത്താനായിട്ടുള്ള സംഭവങ്ങൾ കൊച്ചിയിലുണ്ട്.